നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഹോസ്പിറ്റൽസിൻ്റെ ഒക്കെ ചിഹ്നം എങ്ങനെയാ? ഒരു കുരിശും അതേ ചുറ്റി എന്ത് കണ്ടിട്ടില്ലേ? അതേ ചുറ്റി സർപ്പം. ഇന്നത്തെ കാലമാണെങ്കിൽ പറഞ്ഞു കളയും, സാധാരണാരാധനക്കാരുടെ ചിഹ്നമാണ് നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയും. ഇത് ഒന്നാം തരം ക്രിസ്ത്യൻ സിമ്പലാണ്. റോമൻ ശിക്ഷാ നിയമമാണ് കുരിശ്. യഹൂദർക്ക് അങ്ങനെ ഒരു ശിക്ഷാരീതി ഇല്ല. യഹൂദർക്ക് കുരിശ് ഒരു ശിക്ഷാരീതിയല്ല. അതാരുടെ ശിക്ഷാരീതി? അത് റോമിൻ്റെ ശിക്ഷാരീതിയാണ്. അതായത് ഏറ്റവും അപമാനം പിടിച്ചതാണ് കുരിശ്. ഏറ്റവും അപമാനം പിടിച്ച അടയാളമാണ് കുരിശ്. അപമാനത്തിൻ്റെ അടയാളത്തിനെ കർത്താവ് എന്ത് ചെയ്തു? മഹത്വത്തിൻ്റെ അടയാളമാക്കി ഉയർത്തി. മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയത്. പിത്തള സർപ്പം എന്തുകൊണ്ടാ? മറ്റേത് ജീവിയെയും ഉയർത്താമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത് പിത്തള സർപ്പത്തെ ഉയർത്താൻ പറഞ്ഞത്? എന്തുകൊണ്ടാ? സർപ്പം ഇവർക്ക് അപമാനത്തിൻ്റെ നിന്ദയുടെ വിഷയമാണ്. എന്താ കാര്യം? പർദീസായിൽ ഞങ്ങളെ പെടുത്തിയ ജീവിയുടെ പേരാണ് സർപ്പം. അപമാനത്തിൻ്റെ വെറുപ്പിൻ്റെ ചിഹ്നമാണ് സർപ്പം. ആ സർപ്പത്തെ ഉയർത്തി